നമസ്കാരം. പശ്ചിമേഷ്യ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ യുദ്ധഭീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ അപ്രതീക്ഷിത ആക്രമണം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ആക്രമണം നടത്തിയതിനു ശേഷം ഖത്തറും സൗദിയും കുവൈറ്റും UAEയും ഒക്കെ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ സംഘടിതമായി ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിച്ചു. ഇറാനും തുർക്കിയും ഒക്കെ വർഷങ്ങൾക്ക് മുൻപെടുത്ത അതേ നിലപാടിലേക്കാണ് ഖത്തറും അനുബന്ധ രാജ്യങ്ങളും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്രയും നാൾ ഇസ്രായേലുമായും അമേരിക്കയുമായും അടുത്ത ബന്ധം പുലർത്തുകയോ അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കുകയോ ചെയ്ത അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഖത്തറിൻ്റെ കടുത്ത നിലപാടിന് പിന്നിൽ അണിനിരന്നിരിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും നാൾ ഗസയിലേക്ക് ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ പൊതുവിൽ നിശബ്ദത പാലിക്കുകയായിരുന്നു. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന OICയും അറബ് ലീഗും നിരന്തരമായി യോഗങ്ങൾ ചേരുകയും പ്രതിഷേധക്കുറിപ്പുകൾ ഇറക്കുകയും ചെയ്യുമായിരുന്നുവെങ്കിലും ഇറാനൊക്കെ പറയുന്നത് പോലെ ഇസ്രായേലിന് നേരെ ഉപരോധമടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് അറബ് രാജ്യങ്ങൾ പോയിരുന്നില്ല. ഇസ്രായേലിന് വേണ്ട എണ്ണയുടെ ഭൂരിഭാഗവും ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇസ്രായേലിനെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പക്ഷേ അങ്ങനെ കടുത്ത നടപടികളിലേക്ക് ഇത്രയും കാലം അറബ് രാജ്യങ്ങൾ പോയിരുന്നില്ല. അതിനുള്ള കാരണം അമേരിക്കയുമായുള്ള ബന്ധമാണ്. ഇസ്രായേലിനെയും അമേരിക്കയെയും പിണക്കാൻ പാടില്ല എന്ന ഈ അറബ് രാജ്യങ്ങളുടെ ചിന്തയാണ്. പക്ഷേ ഇപ്പോൾ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം അറബ് ലോകത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത്. അതായത് ഇന്ന് ഖത്തറിനെ ആക്രമിച്ചെങ്കിൽ നാളെ സൗദിയോ കുവൈറ്റോ UAEയോ ഗൾഫോ ആർക്ക് മേലെ വേണമെങ്കിലും ഇസ്രായേലിന് ആയുധമെടുക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന സിനിമാ സ്റ്റൈൽ ഡയലോഗ് പറഞ്ഞാൽ മതിയല്ലോ എന്ന നിലയിലേക്ക് ഇപ്പോൾ സകലരും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. യുദ്ധ നിയമങ്ങൾ പാലിക്കാതെ അന്താരാഷ്ട്ര അതിർത്തികൾ ഒരു തരത്തിലും മാനിക്കാതെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകവ്യാപകമായി തന്നെ പ്രതിഷേധത്തിന് ഇരയാകുന്നുമുണ്ട്. പക്ഷേ ഇത്രയും സാഹചര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇസ്രായേൽ യാതൊരു കൂസലുമില്ലാതെ യാതൊരു ഭയവുമില്ലാതെ ഞങ്ങൾ ഇനിയും നിങ്ങളെ ആക്രമിക്കും എന്ന ഞെട്ടിക്കുന്ന വളരെയധികം ഞെട്ടിക്കുന്ന മുന്നറിയിപ്പും വെല്ലുവിളിയുമായി രംഗത്തെത്തുകയാണ്. അല്പസമയം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങൾക്കെതിരായ ഭീഷണിയാണ് ഹമാസ്. ഹമാസിൻ്റെ നേതാക്കളെ അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായ ഭീഷണികൾ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ അതിനാവശ്യമായ എല്ലാ സന്നാഹങ്ങളും ഇസ്രായേൽ സജ്ജമാക്കിയിട്ടുണ്ട് എന്നു തന്നെ വേണം വിലയിരുത്താൻ. അതായത് ഖത്തറിന് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ പേരിൽ ഇസ്രായേൽ ലോകവ്യാപകമായി പഴികേട്ടുകൊണ്ടിരിക്കുന്നു, വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ ഇസ്രായേലിനെതിരെ രോഷമുയരുന്ന സാഹചര്യം അറബ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്നു. എന്നിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് യാതൊരു കുലുക്കവുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും ഈ ആക്രമണത്തിലുള്ള തൻ്റെ അതൃപ്തി നെതന്യാഹുവിനെ അറിയിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. പക്ഷേ ട്രംപ് അതൃപ്തി അറിയിച്ചിട്ട് പോലും നെതന്യാഹു തൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. നെതന്യാഹു പറയുന്നത് ആരിടപെട്ടാലും ആരെതിർത്താലും ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് വരെ ഞങ്ങൾ അതിരൂക്ഷമായ ആക്രമണങ്ങൾ തുടരും, അതുമായി മുന്നോട്ട് പോകും എന്നാണ്. അതായത് ഒരു വലിയ യുദ്ധവുമായി ഇസ്രായേൽ രംഗത്തിറങ്ങുകയാണ്. ഒരു അന്തിമ യുദ്ധം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ഹമാസിൻ്റെ അന്ത്യം കാണുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഇസ്രായേൽ കഴിഞ്ഞ 23 മാസത്തിലേറെയായി ഹമാസിനെ അവസാനിപ്പിക്കും, ഹമാസിൻ്റെ അന്ത്യം അടുത്തു, ഹമാസ് തീരാൻ പോവുകയാണ് എന്നൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെ ഹമാസിൻ്റെ പല നേതാക്കളെയും വധിച്ചിട്ടുമുണ്ട്. അവരുടെ പല ഓപ്പറേഷൻസും വിജയകരമായിരുന്നു താനും. എന്നാലും ഹമാസിനെ പരിപൂർണമായി അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഖാലിദ് മിഷേൽ അടക്കമുള്ള നേതാക്കളെ ഉടൻ തന്നെ ഖത്തറിൽ നിന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ
അതായത് ഹമാസിൻ്റെ പല നേതാക്കളും അറബ് രാജ്യങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നുവെന്ന് ഇസ്രായേലും മൊസാദും ഒക്കെ കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. അതായത് അറബ് രാജ്യങ്ങൾ ഈ പറയുന്ന ആളുകൾക്ക് തണലൊരുക്കുന്നു, ഹമാസിൻ്റെ നേതാക്കൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന അറബ് രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഈ നിലപാട് പുനഃപരിശോധിക്കണമെന്ന മട്ടിൽ, അല്ലെങ്കിൽ ഹമാസിൻ്റെ തലവന്മാരെ അറബ് രാജ്യങ്ങളിൽ നിന്ന് നീക്കണമെന്ന മട്ടിൽ നിരന്തരമായി ആവശ്യങ്ങൾ ഉയർത്തിയിരുന്ന ആളുകളാണ് ഇസ്രായേൽ. അപ്പോൾ അതിന് ഇതുവരെ ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ അവരെ ആക്രമിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതിൻ്റെ ഏകദേശം ഒരർത്ഥം. അതായത് ഏത് രാജ്യത്തെ ആക്രമിക്കാനും, ഏത് രാജ്യത്തെ ഹമാസിൻ്റെ നേതാക്കൾ ഉണ്ടെങ്കിലും അവരെ ആ രാജ്യത്ത് കടന്ന് ആക്രമിക്കാനുള്ള ആവശ്യകതയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു, ആ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് ഇസ്രായേൽ പറയുന്നു. അപ്പോൾ ഇസ്രായേൽ അതിനുവേണ്ടി തയ്യാറായി രംഗത്തിറങ്ങുമ്പോൾ മറുവശത്ത് ആരാണുള്ളത്? അറബ് രാജ്യങ്ങളാണ്. അവരൊറ്റക്കെട്ടായി, ഇറാൻ ഉൾപ്പെടെ അവരോടൊപ്പമുണ്ട്. അവരൊറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കാൻ നിൽക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇനി ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ കടന്നാക്രമണങ്ങൾ അനുവദിക്കില്ല. മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഖത്തർ പിന്മാറാൻ പോവുകയാണ്. അതിനുശേഷം പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇസ്രായേൽ മറുവശത്ത് വൻ സന്നാഹവുമായി വലിയ യുദ്ധത്തിലേക്ക് കടക്കേണ്ട സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്നാൽ പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം അതിഭീകരമാം വിധം രൂക്ഷമാകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അതായത് ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയിരിക്കുന്ന ഈ ആക്രമണം കേവലം ഹമാസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, മറിച്ച് അറബ് രാജ്യങ്ങൾക്ക് മുഴുവൻ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് തുടർച്ചയായ ആക്രമണങ്ങൾ തന്നെയാണ്. അതായത് ഹമാസിൻ്റെ നേതാക്കൾ ഒളിവിൽ കഴിയുന്ന, അല്ലെങ്കിൽ അവരെ എത്തിപ്പെടാൻ സാധ്യതയുള്ള അറബ് രാജ്യങ്ങളെ മുഴുവൻ സർവൈലൻസ് ചെയ്ത് അവിടങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുക എന്ന പദ്ധതിയിലേക്ക്, അതായത് കൂടുതൽ അറബ് രാജ്യങ്ങൾ ചാമ്പലാകാനുള്ള സാധ്യതകൾ, ആക്രമിക്കപ്പെടാൻ ഉള്ള സാധ്യതകൾ, അതൊക്കെയാണ് മുന്നിൽ കാണുന്നത്. അതിനെ ഫലപ്രദമായി തടയാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇസ്രായേൽ കടന്നു കയറി ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധമുഖം തുറക്കും. പശ്ചിമേഷ്യ വിറയ്ക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ ഒരു വലിയ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യാശിക്കുമ്പോഴും അതിനുള്ള സാധ്യതകൾ കൂടുകയാണ്. കാരണം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്.